അവശ്യ സാധനങ്ങളുടെ വിലവർധനവ് മൂലം വ്യവസായവുമായി മുന്നോട്ടു പോകാനാകുന്നില്ലെന്ന് സംസ്ഥാന ഹോട്ടൽ ഉടമകൾ. 90 രൂപ വിലയുണ്ടായിരുന്ന ബിരിയാണി അരി കിലോയ്ക്ക് ഒറ്റയടിക്ക് 270 രൂപയായി വർദ്ധിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ഭക്ഷണം നൽകാനാകുന്നില്ലെന്ന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഹോട്ടൽ ഉടമകൾ. വിലവർധനവിന് എതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറഞ്ഞു. സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. വെളിച്ചെണ്ണയുടെ വിലയൊക്കെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. വെളിച്ചെണ്ണയ്ക്ക് മാത്രമല്ല, മലയാളികൾ ഏറ്റവും അധികം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നായ ബിരിയാണി, ആ ബിരിയാണിയുടെ അരിക്കുൾപ്പെടെ കുത്തനെ വില കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടൽ വ്യവസായവുമായിട്ടൊന്നും യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ ചേരുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു വ്യവസായത്തിന് ഇത് വിലക്കയറ്റം ബാധിച്ചിരിക്കുന്നത്? വിലക്കയറ്റം ബാധിച്ചിരുന്നത് കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് നിരന്തരം എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഓയിൽ വില കൂടി, അതിനുശേഷം വെളിച്ചെണ്ണ, തേങ്ങ, പിന്നെ ഇനിയിപ്പോൾ ഓണം വരാൻ പോവുകയാണ്, മറ്റുള്ള പച്ചക്കറികൾക്കൊക്കെ കൂടാൻ സാധ്യത കാണുന്നത്. മാത്രമല്ല ബിരിയാണി അരിയാണ് ഇപ്പോൾ വളരെയധികം ദുർഘടകരമായിരിക്കുന്നത്. ഒരു മാസത്തിന് ഏകദേശം 150 രൂപയാണ് ബിരിയാണി അരിക്ക് കൂടിയിരിക്കുന്നത്. 96 രൂപ കിട്ടുന്ന അരി ഇന്ന് മാർക്കറ്റ് വില 225 രൂപയാണ്. അത് ഏത് തരത്തിൽ നമുക്കത് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് നമുക്ക് ചിന്തിച്ച് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിലേക്ക് കച്ചവടം മുമ്പോടും. വില കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറുമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. വില കൂട്ടാൻ പെട്ടെന്ന് സാധിക്കും, പക്ഷേ നമുക്കത് ഭയമാണ്. വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാം കസ്റ്റമറാണല്ലോ നമ്മൾ നിലനിന്ന് പോകുന്നത്. അപ്പോൾ അവർ ഫാമിലിയായിട്ട് വരുമ്പോൾ നമ്മൾ ക്രമാതീതമായി സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ നമുക്ക് കൂട്ടാതിരിക്കാനും സാധിക്കില്ല. പക്ഷേ കൂട്ടുമ്പോൾ നമുക്കൊരു ഭയമുണ്ട്, ഉൾഭയമുണ്ട്. ഫാമിലികൾ വരാതിരിക്കുമോ, കസ്റ്റമർ നമ്മളെ ഈ രംഗത്തേക്ക് വരാതിരിക്കുമോ എന്നുള്ളൊരു ഭയവും നമുക്കുണ്ട്. അപ്പോൾ വില കൂടുക പറയുമ്പോൾ ഈ ഇത്രയും പെട്ടെന്ന് കൂടിയില്ല. അതായത് 96-ൽ നിന്ന് ബിരിയാണി അരിയൊക്കെ 200 സംതിങ് ആകുമ്പോൾ പെട്ടെന്ന് ഒരു വർധനയായിരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു 6 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 മാസം മുന്നേ ഉണ്ടായിരുന്ന 90 രൂപയാണ് ഇന്ന് 150 രൂപയോളം അധികം വില വന്നിരിക്കുന്നത്. ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിരിയാണി അത് നമുക്ക് ആക്കി കൊടുക്കുന്നതിന് വരുന്ന ആ ഒരു റൈസിൻ്റെ റേറ്റും ഇതും പാടെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കൊരിക്കലും ഇത് ബിരിയാണി ഉണ്ടാക്കി വിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ കേരളീയർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനമാണ് അരി. ഈ അരിക്ക് ഭയങ്കരമായി വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ പ്രയാസം ചെയ്യും. സാധാരണക്കാരെയും കച്ചവടക്കാരെയും പ്രയാസം ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബിരിയാണി പറഞ്ഞാൽ 100 രൂപയാണ്. ആ 100 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് വിറ്റാൽ മുതലാവാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മുതലായിട്ടല്ല ബിരിയാണി വിൽക്കുന്നത്. ബിരിയാണി ഇല്ലാണ്ട് ഹോട്ടൽ തുറക്കാൻ പാടില്ല. ബിരിയാണി, പൊറോട്ട എന്നുള്ള സാധനങ്ങളില്ലാണ്ട് നമുക്ക് ഹോട്ടൽ നടത്താൻ കഴിയില്ല. എല്ലാവരും വീട് വിട്ടിട്ട് മറ്റൊരു വീട് എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് കഴിക്കുന്നത് ഊണ് മാത്രമല്ല. ഊണ് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന സാധനം, ബിരിയാണി മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് പുറത്തുനിന്ന് മാക്സിമം ആളുകൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയേ പറ്റൂ ഒരു കട ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സാഹചര്യത്തിൽ വലിയ പ്രയാസങ്ങളിലാണ് എല്ലാവരും നിൽക്കുന്നത്. കച്ചവടം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കച്ചവടത്തിന് രൂക്ഷമായ രീതിയിൽ ഇത് ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വിലക്കയറ്റം എന്ന് പറയുമ്പോൾ അത് ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ തൊഴിലാളികളെ ബാധിക്കും. അതിലുണ്ടാകുന്ന സമഗ്രമായ എല്ലാ വസ്തുക്കളിലും ആ വിലക്കയറ്റം ബാധിക്കും. അതോടുകൂടി സ്വാഭാവികമായും നഷ്ടത്തിലേക്ക് പോകും. ഇതിനോടകം തന്നെ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു, അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. പുറത്തറിയാത്തൊരു സത്യം, പലരും വലിയ കടക്കെണിയിലാണ് എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നടത്തിപ്പോകുന്നത് ഇതൊരു അഡ്രസ്സാണ്. ഇതില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ജീവിതമാർഗമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വയം തൊഴിലായി കണ്ടെത്തി വന്നുകൊണ്ടാണ്. സർക്കാരോ മറ്റാരും ഞങ്ങൾക്കൊരു തൊഴിലും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഈ വിലക്കയറ്റത്തെ പിടിച്ചു കെട്ടാൻ നോക്കുക. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളം ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നഷ്ടം കേവലം ഹോട്ടലുകാർക്ക് മാത്രമല്ല, കേരളത്തെ ഒട്ടാകെ ബാധിക്കും. രാജ്യത്തുണ്ടാകുന്ന വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായി ബാധിക്കുക കേരളത്തെയാണ്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം ആണ് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ സമരവും പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ ഈ ഒരു വിലക്കയറ്റത്തിൽ? തീർച്ചയായും ഞങ്ങളിപ്പോൾ 12-ാം തീയതി ചൊവ്വാഴ്ച കലക്ട്രേറ്റ് ധർണയും മാർച്ചും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായിട്ട് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ. വില വർദ്ധിപ്പിച്ച് വിൽക്കണമെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വില നിയന്ത്രിച്ച് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ്.
അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. അതുതന്നെയാണ് കൃത്യമായി കച്ചവടം നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു സാഹചര്യം സർക്കാർ ഒരുക്കി തരണം എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.